കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ED ഓഫീസിൽ ഹാജരായി. മൂന്നാം തവണയാണ് വർഗീസ് EDക്ക് മുന്നിൽ ഹാജരാകുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വർഗീസ് പറഞ്ഞു. കരുവന്നൂർ CPM അക്കൗണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. കരുവന്നൂർ CPM അക്കൗണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറ്റകൃത്യത്തിന് പണം എത്തിയെന്നാണ് ED പറയുന്നത്. CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം MB രാജുവും ഹാജരായിട്ടുണ്ട്. പ്രാദേശിക നേതാക്കളുടെ പേരിലുള്ള CPM അക്കൗണ്ടുകളിൽ ഒന്ന് രാജുവിന്റെ പേരിലായിരുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ED മൂന്നാം തവണയാണ് ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. ഈ രണ്ട് തവണയിൽ നിന്ന് കൂടുതലായി മറ്റെന്തെങ്കിലും ഇന്ന് പ്രതീക്ഷിക്കണോ? ED വിശദമായ രീതിയിൽ തന്നെ ഇത് അന്വേഷണം പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ മൂന്നാം തവണയും വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗവും പുറച്ചേരി സൗത്ത് ലോക്കൽ സെക്രട്ടറിയുമായിരുന്ന MB രാജു ഇപ്പോൾ ഹാജരായിട്ടുണ്ട്. രാജു, ഈ പ്രാദേശിക നേതാക്കളുടെ പേരിൽ CPMനുള്ള അക്കൗണ്ടുകളിൽ 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒന്ന് രാജുവിന്റെ പേരിലുള്ളതായിരുന്നു ഈ അക്കൗണ്ട്. അതുകൊണ്ടാണ് രാജുവിനോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം പീതാംബരൻ നേരത്തെ കരുവന്നൂർ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇയാളോടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 5 അക്കൗണ്ടുകളെ ചുറ്റിപ്പറ്റി കൂടുതൽ തുകകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരോടെല്ലാം തന്നെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 5 അക്കൗണ്ടിലൂടെ കൂടുതൽ തുക വന്നിരിക്കുന്നു. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ MM വർഗീസ് നൽകിയിട്ടില്ല. ചോദിച്ചപ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കുക എന്നൊരു ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. അതുകൊണ്ടാണ് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് 2 പേർ മാപ്പ് സാക്ഷികളാകുന്നു എന്നതും CPMന് കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നുണ്ട്. നേരത്തെ കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന സുനിൽകുമാർ, മാനേജറായിരുന്ന ബിജു കരീം എന്നിവരാണ് മാപ്പ് സാക്ഷികളാകുന്നത്. ഇവരാണ് ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഇത് സംബന്ധിച്ചെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് MM വർഗീസിനോട് മൂന്നാം തവണയും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ്. രഞ്ജിത്ത്, MM വർഗീസിനെ ED ചോദ്യം ചെയ്യുന്നു. മൂന്നാം തവണയാണ് MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരാകുന്നത്.